ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ? പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ ജസ്റ്റ് ഒരു 4 വേർഡ്സ് പഠിക്കേണ്ട. വേർഡ്സ് നിങ്ങൾക്ക് അറിയോ? കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഡിവൈസർ, ക്വോഷ്യന്റ്, റിമൈൻഡർ, ഡിവിഡൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചതാണോ? പഠിച്ചതാണ്. പഠിക്കാത്തവരുണ്ടോ? സായി കൃഷ്ണ പഠിച്ചതാണോ? ഡിവിഡൻഡ്, ഡിവൈസർ, ക്വോഷ്യന്റ്, റിമൈൻഡർ. എന്തോ? പഠിച്ചിട്ടില്ല അല്ലേ? ലക്ഷ്മിപ്രിയ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പഠിച്ചോ? ഓക്കെ. എഡ്വിൻ പഠിച്ചില്ല. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും വേണ്ടി അതൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ എക്സാമ്പിളായിട്ട് വെച്ചൊരു പ്രോബ്ലം പറഞ്ഞുതരാം. $347 divided by വരയ്ക്കുന്നൊന്നും നോക്കണ്ട കേട്ടോ, ലാപ്ടോപ്പിലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. 347 divided by 3. ഓക്കെ, 347 divided by 3. ഇതിപ്പോ നമ്മൾ എങ്ങനെയാ സാധാരണ നോർമലായിട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് 100ന്റെ പ്ലേസിലുള്ള 3യെ നമ്മൾ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? 100ന്റെ പ്ലേസിലുള്ള 3യെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വൺസിന്റെ പ്ലേസ് മുതലാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആയാലും അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും വൺസിന്റെ പ്ലേസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. But in the case of division, we start from the left side of the number. നമ്പറിന്റെ ലെഫ്റ്റ് സൈഡ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 100ന്റെ പ്ലേസിൽ വരുന്ന 3യെ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get 1 അല്ലേ? 1 into 3 അല്ലേ 3. അപ്പൊ ഈ 1നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ 3ന്റെ തൊട്ട് താഴെ എഴുതുന്നു. പിന്നെ ഈ 3യെ 100ന്റെ പ്ലേസിലുള്ള 3യെ നമ്മുടെ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 1 എഴുതുന്നത് 100ന്റെ പ്ലേസിന്റെ തൊട്ട് മേലെ ആയിരിക്കും. അതവിടുന്ന് മാറ്റി എഴുതാൻ പാടില്ല. 100ന്റെ പ്ലേസിന് തൊട്ട് മേലെ എഴുതി, എന്നിട്ട് ആ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 എഴുതി, എന്നിട്ട് ആ 3യിൽ നിന്ന് 3 നമ്മൾ മൈനസ് ചെയ്തു. we get 0. നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഏതാ? 10ന്റെ പ്ലേസിലുള്ള 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4ൽ നിന്ന് നമുക്ക് എത്ര തവണ 3 എടുക്കാൻ പറ്റും? അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 4 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര തവണ 3 ചോക്ലേറ്റ്സ് മാറ്റി വെക്കാൻ പറ്റും? കറക്റ്റ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും? ഒരു തവണ അല്ലെ? ഒരു തവണ മാത്രമേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. 1 into 3, സോറി 4 ഇവിടെ നമുക്ക് നേരത്തെ താഴോട്ട് എടുത്ത് എഴുതണേ. 4നെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. 4ൽ 3 1 ടൈംസ് ആണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 1 into 3. ഡിവിഷന്റെ പ്രോസസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത് നേരത്തെ പഠിച്ചതല്ലേ. 1 into 3 3. 4 minus 3 1. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? 1ന്റെ പ്ലേസിൽ 7നെ ഡിവൈഡ് ചെയ്യണം. ആ 7നെ നമ്മൾ തൊട്ട് താഴേക്ക് എടുത്ത് എഴുതി. 7നെ താഴോട്ട് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എത്രയായി? നേരത്തെ വന്നിട്ടുള്ള 4ന്ന് 3 മൈനസ് ആയിട്ടുള്ള 1ഉം 7ഉം കൂടി 17 ആയി. 17ല് എത്ര തവണ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും? 17നെ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയേ. 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 ആവണമെങ്കിൽ 18 ആവും. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 17 തൊട്ട് താഴെ വരുന്ന നമ്പർ വേണം. അപ്പൊ 5 ടൈംസ്
5 3s 15. 15 അല്ലേ? അപ്പൊ നമ്മൾ ഇത് ഇവിടുന്ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 70ൽ നിന്ന് 15 മൈനസ് ചെയ്താൽ we get 2. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ 2 ഇവിടെ ബാക്കിയുണ്ട്. അതായത് 347നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 2 അവിടെ ബാക്കി ഉണ്ടാവും. 347നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 അവിടെ ബാക്കി ഉണ്ടാവും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 347 നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 347 ചോക്ലേറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കി വെച്ചാൽ എത്ര ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് ആക്കാൻ പറ്റും? 3 എണ്ണം വീതമുള്ള 115 115 ഗ്രൂപ്പ്സ് ആക്കാൻ പറ്റും. അങ്ങനെ 115 ഗ്രൂപ്പ്സ് 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കിയാൽ 2 ചോക്ലേറ്റ്സ് ബാക്കി ഉണ്ടാവും. ഗ്രൂപ്പ് ആക്കാൻ പറ്റാതെ 2 ചോക്ലേറ്റ്സ് ബാക്കി ഉണ്ടാവും. അതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഡിവിഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ ഈ 347 എന്ന് പറയുന്ന നമ്പറിനെ അല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നേ? 347 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. എന്താ പറയുന്നത്? ഡിവിഡൻഡ്. വെയിറ്റ്. ഓക്കെ, അപ്പൊ ഈ 347നെ നമ്മൾ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. അതായത് നമ്മൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? The number is to be divided is called dividend. ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി ഏത് നമ്പറിനെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 347നെ 3നെ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നേ അല്ലെ? 3നെ കൊണ്ടല്ലേ 347നെ ഡിവൈഡ് ചെയ്യുന്നേ. That number is called divisor. 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 Okay? ഏത് നമ്പറിനെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവൈസർ. ഇനി ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാ, മനസ്സിലാവാനൊന്നുമില്ല. ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. ഹരിക്കണ്ട ഒന്നും പഠിപ്പിച്ചില്ല. അത് ഇത് ഈ വേർഡ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, the number by which the dividend is divided. ഡിവിഡൻഡിനെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് that number is called divisor. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഇല്ലേ, അതിനെന്താ പറയാന്നറിയോ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയും? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിന് എന്താ പറയാ സായി കൃഷ്ണ? എന്താ പറയാ? പ്രോഡക്റ്റ്. ആഡ് ചെയ്ത് കിട്ടുന്നതിന് എന്ത് പറയും? സം എന്ന് പറയും. ഡിഫറൻസ് കണ്ടുപിടിച്ച് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡിഫറൻസ് എന്ന് പറയും. അതേപോലെ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ പറയുന്ന പേരാണ് കോഷ്യന്റ്. QUOTIENT. കോഷ്യന്റ്. ഓക്കെ, ഇതാണ് കോഷ്യന്റ്, ഇതാണ് ഡിവിഡൻഡ്, ഇതാണ് ഡിവൈസർ. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കോഷ്യന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇതിനോട്ടിലേക്ക് വേണ്ട അപ്പൊ ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഇവിടെ ഒരു 2 ബാക്കിയുണ്ട് അല്ലേ? അതിനെ പറയുന്ന പേരാണ് എന്ത്? റിമൈൻഡർ.
എന്ത് പറയുന്നു? റിമൈൻഡർ. REMINDER. റിമൈൻഡർ. അപ്പൊ 4 വേർഡ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. Okay, അപ്പോൾ what is dividend? The number is to be divided. Number is to be divided is called dividend. ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, that number is called dividend. ഇനി എന്താ ഡിവൈസർ? The number by which the dividend is divided. ഡിവിഡൻഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെയാണ് ഡിവൈസർ എന്ന് പറയുന്നത്. Then the final result after division, the answer we get is called quotient. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയുന്നു? quotient എന്ന് പറയുന്നു. Last, the number left off is called remainder. നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ട് ബാക്കി വരുന്നതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ ബാക്കി വരുന്ന നമ്പറിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഇപ്പൊ 4 വേർഡ്സ് മനസ്സിലായോ? ഡിവിഡൻഡ്, കോഷ്യന്റ്, ഡിവൈസർ, റിമൈൻഡർ. ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ നോട്ടിലേക്ക് ഈ പ്രോബ്ലം ഒന്ന് ഒരു പേജിന് നടുവിലായിട്ട് എഴുതി വെച്ചിട്ട് ഈ വേർഡ്സ് ഒന്ന് അവിടെ ഇതുപോലെ ആരോ മാർക്കിട്ടൊന്ന് എഴുതി വെച്ചോ. ഒരു നോട്ടിന് ഒരു പേജിന് നടുവിലായിട്ട് ഈ പ്രോബ്ലം കുറച്ച് വലുതായിട്ട് എഴുതാം. എന്നിട്ട് ഈ 4 വേർഡ്സും ഇതേപോലെ ആരോ മാർക്ക് ഇട്ടിട്ടൊന്ന് എഴുതി വെച്ചേ. വേർഡ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മൾ കണ്ടുപിടിക്കുന്ന ആൻസർ, നമ്മൾ കണ്ടുപിടിക്കുന്ന കോഷ്യന്റ് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അത് പറഞ്ഞായിരുന്നോ? അറിയോ എങ്ങനെ ചെക്ക് ചെയ്യാന്ന്? നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? തിരിച്ച് ആഡ് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിനെ ചെറിയ നമ്പർ ആഡ് ചെയ്താൽ വലിയ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന കോഷ്യന്റ് ശരിയാണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അതിന്റെ ഒരു ഇക്വേഷൻ നിങ്ങളുടെ പേജ് നമ്പർ 98 കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 98 കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. Check. Let's now check the division by using the relation. അതായത് ഈ ഡിവൈസറും ഡിവിഡൻഡും കോഷ്യന്റും റിമൈൻഡറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ്. കണ്ടോ എല്ലാവരും? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ആ ടെക്സ്റ്റിലെ ആ റിലേഷൻ അങ്ങനെ തന്നെ അവിടെ തുറന്നു വെച്ചോ. നമ്മൾ ഇപ്പൊ ചെയ്ത എക്സാമ്പിൾ ഇല്ലേ, അത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായിരുന്നു ചെയ്യണ്ടേ? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ഇവിടെ എത്ര ഡിവൈസർ? Here the divisor is 3. Here the divisor is 3. Divisor into quotient. Quotient എത്രയാ? 115. Plus remainder. Plus remainder എത്രയാ? 2. Plus remainder is equal to എന്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ ഇത് ചെയ്താൽ, അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ചെയ്താൽ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ our answer is correct.
നോക്കാം അല്ലേ? എത്ര 3 into 115? 3 into 115 ഒന്ന് ചെയ്ത് നോക്കിയേ. 115 into 3, 5 into 3, 15, remaining 1 into 3, 3 plus 1, 4, 1 into 3, 4, 345. Plus remainder 2. 345 plus 2 is equal to 347. ഈ 347 ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിവിഡൻഡ്. So we can say the quotient is correct or our division is correct. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ആൻസർ കണ്ടുപിടിച്ചാൽ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. എങ്ങനെ ചെയ്താൽ മതി? ഡിവൈസറിനെ കോഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന പ്രൊഡക്റ്റിനോട് റിമൈൻഡർ ആഡ് ചെയ്യാം. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്, ദെൻ ആഡ് റിമൈൻഡർ. എന്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി, ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. ഇറ്റ്സ് ഈക്വൽ ടു ഡിവിഡൻഡ്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. അപ്പോ മിസ് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. 1 ഡിജിറ്റ് നമ്പറിനെ വേണ്ട, നമുക്ക് 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കോ. എളുപ്പമുള്ളത് തരാം. 2645 divided by 12. 2645 divided by 12. ഒന്ന് ചെയ്ത് നോക്കിയേ. എന്നിട്ട് ചെക്ക് ചെയ്യണം ശരിയാണോ. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതിന്റെ ആൻസർ all of you listen here. 2645 divided by 12. എങ്ങനെ ചെയ്യാം? 12 നമ്മൾ 12നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഹിയർ ഡിവൈസർ ഈസ് 12. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹിയർ 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് 2 ആണ് അല്ലേ? അപ്പൊ 2നെ 12 കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്ത പ്ലേസും കൂടി കൺസിഡർ ചെയ്യും. 26ല് നമുക്ക് എത്ര തവണ 12 എടുക്കാൻ പറ്റും? 26ൽ നിന്ന് 12 എത്ര തവണ എടുക്കാൻ പറ്റും? 2 times. 3 times ആണെങ്കിൽ 3 into 12 36 ആവും. അപ്പൊ 26നേക്കാളും വലുതാണ് 36. So we can draw 12 from 26 for only 2 times. അപ്പൊ 2 എവിടെയാണ് നമ്മൾ എഴുതണ്ടേ? Just above the 6. 6ന്റെ മേലെയാണ് നമ്മൾ 2 എഴുതണ്ടേ. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാല്
2നെ 1000ന്റെ പ്ലേസിലുള്ള 2നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലേസിൽ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കണം. ഒരു നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ടാൽ ആ നമ്പറിന് ആ 0ന് വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ 26നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6ന്റെ മേലെ 2 എന്ന് എഴുതുന്നത്. അപ്പൊ 2 × 12 24. ഇനി 26ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ we get 2. ഇനി എന്ത് ചെയ്യാം? 10ന്റെ പ്ലേസിലുള്ള 4 നേരെ താഴേക്ക് എടുത്ത് എഴുതി. 10ന്റെ പ്ലേസിലുള്ള 4 നേരെ താഴേക്ക് എടുത്ത് എഴുതി. ഇനി ഈ 24ൽ 12 എത്ര തവണ പോകുന്നു നോക്കാം. എത്ര തവണ പോകും? 2 ടൈംസ്. ആ 2 എവിടെ എഴുതണം? 4ന്റെ നേരെ മേലെ 2 എഴുതി. 2 × 12 24. 2 × 12 24. 24ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ we get 0. ഇനി എന്താ ചെയ്യണ്ടേ? 1ന്റെ പ്ലേസിലുള്ള 5 നേരെ താഴേക്ക് എടുത്ത് എഴുതാം. 5നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? 5നേക്കാളും വലുതല്ലേ 12? അപ്പൊ 5നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ 5ന്റെ നേരെ മേലെ നമ്മൾ 0 ഇട്ട് കൊടുത്തു. 0 ഇടുന്നതിന്റെ മീനിങ് എന്താ? ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 0 × 12 0. 0 × 12 0. 5ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ we get 5. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പിന്നെ 5 തന്നെയായിരിക്കും വരാം. അപ്പോൾ റിമൈൻഡർ 5. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു ശരിയാണോ. എങ്ങനെ ചെക്ക് ചെയ്യാം? Quotient into divisor. Here quotient is 220 into divisor 12 plus remainder 5. 220 into 12 is equal to 2640. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 220 into 12 is equal to 2640. അതിനോട് കൂടി നമ്മൾ റിമൈൻഡർ ആയ 5 ആഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 2645. നമുക്ക് തന്നിരിക്കുന്ന ഡിവിഡൻഡ് തന്നെയാണ് ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? അവർ ആൻസർ ഈസ് കറക്റ്റ്. ഇങ്ങനെയാണ് ഒരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്, മെയിൻ ആയിട്ട് തെറ്റുന്നത് 0 വരുന്നതാണ് അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ എവിടെ 0 ഇടണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും, 0 ഇടാൻ വിട്ടുപോകും. അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോകുന്നത്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരാം. ടെക്സ്റ്റിലുള്ളതല്ല, അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ. 54,825 ഡിവൈഡഡ് ബൈ, ഈ ചെറിച്ച് സ്ലാഷ് ഇട്ടാൽ ഡിവൈഡഡ് ബൈ എന്നാണ്, കാരണം കീബോർഡിൽ ഡിവിഷന്റെ സൈൻ വേറെ ഇല്ല, സിമ്പിൾ വേറെ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. 54,825 divided by 15. 48,251 divided by 21. 5,625 divided by 8. ഈ മൂന്നെണ്ണത്തിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. 54,825 divided by 15, പിന്നെ 48,251 divided by 21, last one 5,625 divided by 8. ഓക്കെ. അപ്പോ ഈ മൂന്നെണ്ണത്തിന്റെ ആൻസറും ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് കിട്ടണം.
ഹോംവർക്ക് തരാത്ത ഒരു കുട്ടികൾക്കും അറ്റൻഡൻസ് ഉണ്ടാവില്ല. ഹോംവർക്ക് അയച്ചു തരാത്ത ഒരു കുട്ടികൾക്കും അറ്റൻഡൻസ് ഇടില്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ ഇതിന്റെ ആൻസർ കിട്ടണേ. ഹോംവർക്ക് അയച്ചു തന്നാൽ മാത്രമേ നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ ഇവിടെ ഇടുള്ളൂ. നിങ്ങൾ എല്ലാവരും, നിങ്ങളുടെ ഒരു ക്ലാസ് മാത്രമല്ല, എല്ലാ ക്ലാസ്സും നന്നായിട്ട് ഉഴപ്പുന്നുണ്ട് ഹോംവർക്കിന്റെ കേസിൽ. അത് ചിലപ്പോൾ ഞാൻ കുറച്ച് നോക്കാൻ മടി കാണിച്ചതുകൊണ്ടായിരിക്കും. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങളുടെ ഹോംവർക്ക് കുറേ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അല്ലേ? അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ ചെറിയൊരു മടി വന്നത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ ഹോംവർക്കും കറക്റ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യും. ഹോംവർക്ക് അന്നന്ന് തന്നെ അയച്ചുതരാം. പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ആരും ഗ്രൂപ്പിൽ ഇടണ്ട. എല്ലാവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ പേഴ്സണലായിട്ട് തന്നെ അയച്ചുതരാം. ഇന്ന് വൈകുന്നേരം തന്നെ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരും ഹോംവർക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. See you next class. Bye.